ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിട്ട് പോലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് നേരെ പൊസസീവാണ്, പ്രൊട്ടക്റ്റീവാണ്. കൂടാതെ നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവർ. അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത്. ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ആ സമയം ഹെവി എനർജി ആയിരിക്കും. കാരണം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ, നിങ്ങളെ ഒന്നാവാൻ സമ്മതിക്കാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെയും ഭയങ്കരമായിട്ട് കള്ളത്തനം കാണിച്ചും നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് ആകർഷിക്കുവാൻ നോക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം, ഇല്ല എങ്കിൽ ഇവരുടെ അതർ സിറ്റുവേഷൻ ആയിരിക്കാം. ഇവിടെ വളരെ സ്നേഹം കാണിച്ചാണ് ഇവരെ നിങ്ങളിൽ നിന്ന് അകറ്റുവാൻ അവർ ശ്രമിക്കുന്നത്. അവരാണ് നിങ്ങൾക്കിടയിൽ ഒബ്സ്റ്റിക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു മാനിപ്പുലേഷൻ കാരണം നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷൻ ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില സമയം ഇവർ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകുന്നു, ചില സമയം തേർഡ് പാർട്ടിയുമായിട്ട് ഡിറ്റാച്ച്ഡ് ആകുന്നു. ഇവിടെ ഇവർ തേർഡ് പാർട്ടിയുടെ ആ ഒരു മാനിപ്പുലേറ്റിംഗ് കാരണം നിങ്ങളോടും ഡിറ്റാച്ച്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ കൺഫ്യൂഷനായിട്ടുള്ള എനർജിയിലാണ്. അവർ ഇവരോട് പറയുന്നത് കേട്ടിട്ട് നിങ്ങളോട് വഴക്കിടും, നിങ്ങളോട് അഗ്രസീവായിട്ട് പെരുമാറും. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല എന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോഴും അവർക്ക് മനസ്സിലാവും. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കും. ഇപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിൽ പോകുമ്പോൾ ഒരേപോലെ കൊണ്ടുപോകാൻ പോകുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ആകുന്ന അവസ്ഥ വരുന്നത്. അതായത് ഒരാഴ്ച മുമ്പേ നിങ്ങളോട് പറഞ്ഞു കമ്മിറ്റ്മെൻറ്റ് തരാം, മാരേജ് ചെയ്യാമെന്ന്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവരുടെ സ്വഭാവം മാറി, വീണ്ടും നിങ്ങളോട് വഴക്കിടുന്നതായിട്ടുള്ള ഒരു എനർജി. ഇതെല്ലാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ മാനിപ്പുലേറ്റിംഗ് കാരണമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇവരുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇഷ്ടത്തിന് നടക്കണമെന്നാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആഗ്രഹിക്കുന്നത്. അത് ചിലപ്പോൾ ഇവരുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടിലെങ്കിൽ കൂടുതൽ മാനിപ്പുലേറ്റിംഗ് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഓൾറെഡി ഫാമിലിയെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ വീട്ടുകാർ നിങ്ങളെ കാണുവാൻ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ ട്രാപ്ഡ് സിറ്റുവേഷനിലാണ് ഉള്ളത്. അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോകുമോ, റീയൂണിയന് പകരം സെപ്പറേഷൻ ആയിരിക്കുമോ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് വിഷമിക്കുകയാണ്. ഇവർ സ്റ്റാൻഡ് എടുക്കുവാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു, പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം വളരെ മോശമായ അവസ്ഥയിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുകയാണ് ഇവർ. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സണ് ഇങ്ങനെയും തോന്നുന്നുണ്ട്, അതായത് എൻ്റെ ഇഷ്ടം ഞാൻ നടപ്പിലാക്കുമെന്ന്. പക്ഷേ ഇവരുടെ സ്വന്തം ആൾക്കാരായിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് അവരോട് ഇതൊന്നും പറയുവാൻ സാധിക്കുന്നില്ല. മനസ്സിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ആഗ്രഹം പോലെ ഞാൻ തീരുമാനമെടുക്കും, എൻ്റെ ജീവിതമാണ്, ഞാൻ തീരുമാനം എടുക്കും പോലെ എനിക്ക് ജീവിക്കണമെന്ന്. പക്ഷേ ഇവരുടെ ക്ലോസ് വൺ ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ ഇവർക്ക് അത് സാധിക്കുന്നില്ല. കാരണം അവരുടെ ആ ഒരു ബന്ധം ഇവരുമായിട്ട് അവർക്കുള്ള ബന്ധം ആലോചിക്കുമ്പോൾ ഇവർ ബാക്കൗട്ട് ചെയ്യുന്നു. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണെ പേടിപ്പിക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞ്. അതായത് ഞങ്ങൾ പറഞ്ഞ ആളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യും, അങ്ങനെയൊക്കെ ഓരോന്ന് പറയത്തില്ല. അങ്ങനെ പറഞ്ഞ് ഇവരെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല, പക്ഷേ ഇവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഈ അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോഴും ഇവിടെ കുറച്ച് സമയത്തേക്ക് ഈ ഒരു കൺഫ്യൂഷനായിട്ടുള്ള എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക. അതായത് ആരെ ചൂസ് ചെയ്യണം, നിങ്ങളുടെ കൂടെ നിൽക്കണോ അതോ തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കണോ എന്നുള്ള കാര്യത്തിൽ.
ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇങ്ങനെ ആയത് കാരണം ചിലപ്പോൾ നിങ്ങളുമായിട്ട് കുറച്ച് സമയത്തേക്ക് ഡിസ്കണക്റ്റ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളോട് ഡിസ്റ്റൻസ് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചില ആൾക്കാരുടെ പേഴ്സൺ വീട്ടിൽ പുതിയ അലയൻസ് നോക്കുന്നുണ്ട്. കാരണം നിങ്ങളെ എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് ഇവരെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണം. അതിനുവേണ്ടി തകൃതിയായിട്ട് ഇവരുടെ വീട്ടുകാർ അലയൻസ് നോക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഡിപ്രസ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. അതായത് ശരിയായ ഒരു സമയം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ഇവിടെ ഇവർ ഉദാസമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഒരു ആക്ഷൻ എടുക്കുക ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് മാരേജ് ചെയ്യണം, നിങ്ങളുമായിട്ട് യൂണിയനിലാവണം, എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാർമിക് സൈക്കിൾ ട്രിഗർ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് എന്തെങ്കിലും കാർമിക്കായിട്ടുള്ള എന്തെങ്കിലും റിലേഷൻ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ അവർ നിങ്ങൾക്ക് ട്രിഗർ തരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം കാർമിക് റിലേഷൻ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ട്രിഗർ ചിലപ്പോൾ 7 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 7 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 17 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഏതെങ്കിലും കാർമിക് ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം, എന്തെങ്കിലും കർമ്മ അസോസിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ട്രിഗർ നിങ്ങൾക്ക് കിട്ടുന്നത്. കർമ്മ എന്ന് പറയുന്നത് ബാഡ് കർമ്മയാണ്. ബാഡ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എങ്കിലാണ് നിങ്ങൾക്ക് ട്രിഗർ കിട്ടുന്നത്. നല്ല കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അതായത് സഡനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട്, ബാക്ക്വേർഡ് ചെയ്യുന്നതായിട്ട്, നിങ്ങൾ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസൊണേറ്റ് ആയി എന്നാണ് പറയുവാൻ. ഇങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധാലു ആകേണ്ടതാണ്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാരേജ് ചെയ്യുവാൻ കഴിയാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ പേടിക്കുന്നു. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനെ പേടിക്കുന്നു, അച്ഛനെയും അമ്മയെയും പേരൻസിനെ പേടിക്കുന്നു. അത് കാരണമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ ഇവർക്ക് സാധിക്കാത്തത്. ഇവിടെ കുറേ ആൾക്കാരുടെ ലൈഫിൽ ബ്ലോക്കേജസ് ഉണ്ട്. അതായത് റൂട്ട് ചക്ര, സൈക്കിൾ ചക്ര, ഹാർട്ട് ചക്രയൊക്കെ ബ്ലോക്കേജസ് ഉണ്ട്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും കോ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് അവരുടെ കയ്യിൽ പൈസ ഇല്ല, അവർക്ക് വസ്തുവില്ല, അവർക്ക് ഒന്നും തന്നെ ഇല്ല. അവർ ഫാമിലിയുമായിട്ട് കോ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. അത് കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലായിരിക്കാം ചിലപ്പോൾ. നേരെ മറിച്ച് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേഴ്സൺ അവരുടെ ഫാമിലിയെ മാക്സിമം കൺവിൻസ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ കുറച്ച് സമയമെടുത്ത് കൺവിൻസ് ചെയ്യുന്നതാണ്. പക്ഷെ അവർക്കൊരു പേടിയുമില്ല. കാരണം അവർ വെൽ സെറ്റിൽഡ് ആണ്. പക്ഷേ ആ സ്ഥാനത്ത് നിങ്ങളുടെ ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് വളരെയധികം പേടിക്കുന്നു. കാരണം അവർക്ക് ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ സ്റ്റേബിൾ അല്ല, വെൽ സെറ്റിൽഡ് അല്ല. അത് കാരണം അവർ പേടിക്കുന്നു. ഇനി 17 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 7 മണിക്കൂറിനുള്ളിൽ ഞാൻ പറഞ്ഞ ആ ഒരു ട്രിഗർ പറഞ്ഞില്ല, ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അത് ഓർമ്മിക്കുക. കാരണം ഞാൻ നേരത്തെ ഈ റീഡിങ്ങിലൂടെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധാലുവാകുക. അപ്പോൾ നിങ്ങൾക്ക് ആ സമയം അത്ര വിഷമം ഉണ്ടാവത്തില്ല. ഇത് നേരത്തെ ഞാൻ അറിഞ്ഞ കാര്യമാണ് എന്നുള്ള രീതിയിൽ എടുക്കും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കുക എൻ്റെ പേഴ്സൺ എന്നെ മുന്നിൽ മൂവ് ഓൺ ചെയ്യുകയാണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരും. എന്നിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് നിങ്ങൾ കുറച്ച് അവെയർ ആയിട്ടിരിക്കുക. കാരണം ഇങ്ങനെ ഒരു ട്രിഗർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാൻ പോവുകയാണ് കാർമിക് പാർട്ട്ണർ ആയിട്ടുള്ള ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളെ അവെയർ ആക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെവി എനർജിയെ നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. അതായത് എങ്ങനെ ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അല്ലാതെ വളരെ ദേഷ്യപ്പെട്ട് അങ്ങനെ ഒന്നും നിങ്ങൾ മോശമായിട്ടുള്ള തീരുമാനം എടുക്കാനോ ഒന്നിനും പോകണ്ട. ടെമ്പററി എനർജിയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ പഴയ എനർജിയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ വരും. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കേണ്ടതാണ്.
ഇവിടെ ഞാൻ എൻ്റെ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ സിറ്റുവേഷനെ പേടിക്കേണ്ട ആവശ്യം? ഞാൻ സ്നേഹിച്ച ആളെ തന്നെ ഞാൻ കല്യാണം കഴിക്കും. അതിന് ഏത് സിറ്റുവേഷൻ വന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ ധൈര്യമായിട്ട് നേരിടും. അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സണ് എന്ത് സിറ്റുവേഷൻ വന്നാലും അവർക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ വളരെയധികം നല്ല ഒരു എനർജിയിലായിരിക്കും വരാൻ പോകുന്ന സമയം. പക്ഷെ പേടിക്കുന്ന ആൾക്കാർ, അതായത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് പേടിക്കുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഹെവി എനർജി ആയിരിക്കും ഉണ്ടാകുക വരാൻ പോകുന്ന സമയം. അതാണ് ഞാൻ നേരത്തെ ശ്രദ്ധാലു ആയിട്ടിരിക്കണം വരാൻ പോകുന്ന സമയങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അവെയർ ആയിട്ടിരിക്കുക, പീസ്ഫുള്ളി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക കാര്യങ്ങളെയെല്ലാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.